റിപ്പോർട്ടർ ഇംപാക്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം പ്രതിസന്ധിയിൽ ഇടപെട്ട് ജില്ലാ കളക്ടർ 2 ഡോക്ടർമാരെ നിയോഗിച്ച് ഇന്നു തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ഡ്യൂട്ടി ഡോക്ടർ അടിയന്തരമായി അവധിയെടുത്തതോടെ മൃതദേഹങ്ങളുമായി ബന്ധുക്കൾ മോർച്ചറിക്ക് മുന്നിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് വലയേണ്ടി വന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ. 5 ബോഡിയാണ് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത്. രാവിലെ 8 മണി തൊട്ട് വന്നതാണ്. നമുക്ക് ചോദിക്കാൻ ഇവിടെ ഒരു സംവിധാനങ്ങളില്ല. ആരോടെ ചോദിക്കും? ഉത്തരം പറയാനൊരു മനുഷ്യരില്ല. സുപ്രണ്ടിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണെങ്കിലും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. കാരണം നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ പോലും നിപ്പയുടെ 12 മണിക്ക് വന്ന റിസൾട്ട് 6 മണിയായിട്ടും അദ്ദേഹം അറിയുന്നില്ല. കാരണം കാര്യങ്ങൾ അറിയണം. സംവിധാനത്തിന്റെ വീഴ്ചയാണ്. പകരം സംവിധാനം പാരിപ്പള്ളിയിൽ നിന്ന് ഒറ്റ പോസ്റ്റ്മോർട്ടവും ഇല്ല. ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പാരിപ്പള്ളിക്ക് പോയാണേ. പക്ഷേ പകരം പറയാൻ ഇവിടെ ആരെങ്കിലും വേണ്ടയോ? അതുപോലും ഇല്ലാത്തൊരവസ്ഥ. വിവരങ്ങളുമായി ജയശങ്കറുണ്ട്. ജയശങ്കർ, മൃതശരീരങ്ങളോട് പോലും നീതി കാണിക്കുന്നില്ല എന്നാണ് ബന്ധുക്കൾ പലരും പറഞ്ഞത്. മണിക്കൂറുകളോളമാണ് അവർ കാത്തുനിന്നത്. അവരുടെ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളുമായി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ ഏർപ്പെടുത്തേണ്ടത് അവിടുത്തെ സൂപ്രണ്ടായിരുന്നു. അത് പിഴച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇടപെടലിൽ ഇപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുന്നുണ്ടോ? ഡോക്ടർ അരുൺ, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചയാണ് ഇന്ന് സംഭവിച്ചത്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് റിപ്പോർട്ടർ TV വാർത്ത നൽകുന്നതുവരെ ഈ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും നടന്നില്ല. റിപ്പോർട്ടർ വാർത്ത വന്നതിന് പിന്നാലെ ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി ഡോക്ടറെ എത്തിച്ച പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തണമെന്ന നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് ഡോക്ടർ അവിടെ എത്തിയത്. ഇന്ന് ഡ്യൂട്ടി ഡോക്ടർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹം ഡ്യൂട്ടിക്ക് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് 5ഓളം പോസ്റ്റ്മോർട്ടം നടപടികൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ അവിടെ ആംബുലൻസിലും ഒപ്പം തന്നെ ഈ മോർച്ചറി വരാന്തയിലും ഒക്കെ തന്നെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായത്. എന്തായാലും ഗുരുതരമായൊരു വീഴ്ചയാണ് ഉണ്ടായത്. ഈ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ നിന്നിരുന്ന ബന്ധുക്കൾ മണിക്കൂറുകളോളം കാത്തിരുന്ന വലിയ വിഷമവും സങ്കടവും ഒക്കെ അനുഭവിക്കുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. എന്തായാലും റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ നടപടിയുണ്ടായി. ഡോക്ടർ വന്നു, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും പലർക്കും ഏറെ വൈകിയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിച്ചത് എന്നത് ഏറെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഏത് തരത്തിലുള്ള നടപടികളാണ് ആരോഗ്യ വകുപ്പ് എടുക്കുക എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. താങ്ക് യു.